ഈശോ മിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, സ്പേസ് ചാനൽ വചന വിചിന്തന വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാനായിട്ട് പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. ഉണ്ണിമിശിഹായുടെ തിരുപ്പിറവിക്കായിട്ട് നാം ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തെ ഒരുക്കി കാത്തിരിക്കുന്ന ഈ മംഗളവാർത്ത കാലഘട്ടത്തിൽ തിരുസഭാ മാതാവ് നമുക്ക് വചന വിചിന്തനത്തിനായി നൽകിയിരിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 57 മുതൽ 66 വരെയുള്ള വാക്യങ്ങളാണ്. സ്നാപക യോഹന്നാന്റെ ജനനത്തെ സംബന്ധിച്ചുള്ള വചനഭാഗമാണിത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: അവർക്ക് മക്കളുണ്ടായിരുന്നില്ല, എലിസബത്ത് വന്ധ്യയായിരുന്നു, അവരിരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു. ഈ ഒരു ചിന്തയുണ്ടായിരുന്നത് കൊണ്ട് തന്നെ തങ്ങൾക്കിനി മക്കളുണ്ടാവുകയില്ല, ഇനിയൊരു സന്താനഭാഗ്യം തങ്ങൾക്കില്ല എന്ന് വിശ്വസിച്ച് ജീവിച്ചു പോന്നിരുന്നവരാണ് അവരിരുവരും. അവരുടെ ജീവിതത്തിലേക്കാണ് ദൈവം തൻ്റെ ദൂതനെ അയക്കുക. പക്ഷെ സക്കറിയായ്ക്ക് ആ ദൂതൻ്റെ വാക്കുകളെ വിശ്വസിക്കാനായിട്ടായില്ല. തൻ്റെ ജീവിതത്തിലുള്ള ദൈവത്തിൻ്റെ വാക്കുകളെ, ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ വിശ്വസിക്കാനായിട്ട് സക്കറിയായ്ക്ക് സാധിച്ചില്ല എങ്കിൽ പോലും ആ ഒരു അവിശ്വാസം പിന്നീട് വിശ്വാസത്തിൻ്റെ സാക്ഷ്യമാക്കി ദൈവം മാറ്റുന്നുണ്ട്. തങ്ങളുടെ കുട്ടിക്ക് യഹൂദ പാരമ്പര്യമനുസരിച്ച് സക്കറിയ എന്ന് പേര് നൽകാനായിട്ട് കടന്നു വരുന്നവരോട് എലിസബത്ത് പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. അങ്ങനെയല്ല, അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം. കാരണം എലിസബത്തിന് അറിയാമായിരുന്നു, പാരമ്പര്യമനുസരിച്ചും അല്ലെങ്കിൽ നിയമമനുസരിച്ചും എൻ്റെ കുട്ടി സക്കറിയ എന്ന് തന്നെയാണ് വിളിക്കപ്പെടേണ്ടത്. പക്ഷേ എന്നിരുന്നാലും ദൈവത്തിൻ്റെ ഹിതം എൻ്റെ കുട്ടിയിൽ, എൻ്റെ ജീവിതത്തിൽ ഇപ്രകാരമല്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെയാണ് എലിസബത്ത് അങ്ങനെയല്ല, അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം എന്ന് കൃത്യമായിട്ട് ഏറ്റുപറയുക. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും നമുക്ക് വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാവാം. നമ്മുടേതായ സ്വപ്നങ്ങൾ, നമ്മുടേതായ താല്പര്യങ്ങൾ, ഇഷ്ടങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക്, നമ്മുടെ മാതാപിതാക്കൾക്കോ ചുറ്റുപാടുമുള്ളവർക്കൊക്കെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരിക്കാം. എങ്കിലും ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണോ, എൻ്റെ ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണോ ഞാൻ ഈ ജീവിതം നയിക്കുന്നത് എന്ന് വളരെ സ്നേഹത്തോടു കൂടെ ചിന്തിച്ചു നോക്കുക വളരെ ഉചിതമായിരിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടേതായ താല്പര്യങ്ങൾ, കാര്യങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും നമ്മുടേതായ വ്യക്തിപരമായ താല്പര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും നമ്മൾ ഈ ഒരു കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ എല്ലാവിധ കാര്യങ്ങളുമൊക്കെ, പലവിധ പാപങ്ങളും അല്ലെങ്കിൽ തെറ്റുകളും ഒക്കെ വളരെ നോർമലൈസ് ആയിട്ട്, വളരെ സാധാരണമായിട്ട് കണക്കാക്കുന്ന, അതൊന്നും പ്രശ്നമില്ല, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊന്നും ചെയ്ത ഒരു പ്രശ്നമുള്ള കാര്യങ്ങളൊന്നുമല്ല, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ എന്ന് സമൂഹം നമ്മളോട് പറയുമ്പോഴും, നമ്മുടെ ചുറ്റുപാടുമുള്ളവർ നമ്മോട് പറയുമ്പോഴും, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ നല്ല തമ്പുരാൻ്റെ ഹിതത്തിനനുസരിച്ചാണോ, ഇഷ്ടത്തിനനുസരിച്ചാണോ ഞാൻ ഈ ജീവിതം നയിക്കുന്നത് എന്ന് ഈ ഒരു ക്രിസ്മസ് കാലഘട്ടത്തിൽ പ്രത്യേകമായിട്ട് നാം ഓരോരുത്തരും സ്വയം വിചിന്തനം ചെയ്തു നോക്കണം. ഗെത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കർത്താവിനും ഇപ്രകാരം ഒരു ഇഷ്ടമുണ്ടായിരുന്നു: കർത്താവെ, കഴിയുമെങ്കിൽ ഈ ഒരു പാനപാത്രം എന്നിൽ നിന്ന് അകറ്റിക്കളയണമേ. പക്ഷെ എന്നിരുന്നാലും അവസാനം പറഞ്ഞു വെക്കുന്ന വാക്കുകൾ ഇപ്രകാരമാണ്: എങ്കിലും എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം നിറവേറട്ടെ. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും നമ്മുടേതായ വ്യക്തിപരമായ താല്പര്യങ്ങൾ, ഇഷ്ടങ്ങളെല്ലാം ഉണ്ട്. എങ്കിലും എൻ്റെ ജീവിതം ഞാൻ മുൻപോട്ട് നയിക്കുമ്പോൾ എൻ്റെ ഈ ഇഷ്ടങ്ങൾ, എൻ്റെ ഈ താല്പര്യങ്ങൾ എല്ലാം എൻ്റെ നല്ല ദൈവത്തിൻ്റെ, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ നല്ല തമ്പുരാൻ്റെ ഹിതത്തിനോട് ചേർത്ത്, ഇഷ്ടത്തിനോട് ചേർന്നാണോ പോകുന്നത് എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശോധിച്ച് നോക്കാം. വീണ്ടും വചനഭാഗത്തിലൂടെ നമ്മൾ മുന്നോട്ട് കടന്നു പോകുമ്പോൾ സക്കറിയയുടെ നാവിൻ്റെ കെട്ടുകൾ അഴിയുന്നതായിട്ട്, സക്കറിയയുടെ മൂകത മാറുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പ്രകാരമാണ് സക്കറിയായ്ക്ക് ഈ മൂകത തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതെന്ന് വചനഭാഗത്തിലൂടെ നമുക്കെല്ലാവർക്കും വ്യക്തമാണ്. തൻ്റെ അവിശ്വാസം മൂലമുള്ള തെറ്റിലൂടെയാണ് സക്കറിയയുടെ ജീവിതത്തിലേക്ക് ഈ ഒരു തെറ്റ് കടന്നു വരിക, അല്ലെങ്കിൽ ഈ ഒരു മൂകത കടന്നു വരിക. പക്ഷേ ദൈവം ഒത്തിരിയേറെ സക്കറിയയെ സ്നേഹിക്കുന്നുണ്ട്. സക്കറിയ ഒരു തവണ തെറ്റ് ചെയ്തെങ്കിലും പിന്നീട് ദൈവം നിശ്ചയിച്ച യോഹന്നാൻ എന്ന പേര് നൽകിക്കൊണ്ട് തൻ്റെ ജീവിതത്തിലേക്ക് വന്ന ആ തെറ്റിനെ, ആ അവിശ്വാസത്തെ വിശ്വാസം മൂലം മുറുകെ പിടിക്കാനായിട്ട് സക്കറിയായ്ക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ തൻ്റെ തെറ്റ് തിരുത്താനായിട്ടുള്ള ആ യോഹന്നാൻ എന്ന ആ പേര്, ആ ദൈവം നിശ്ചയിക്കുന്ന ആ പേര് വിനിയോഗിച്ചുകൊണ്ട് സക്കറിയ വീണ്ടും തൻ്റെ വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം ഏറ്റു പറയുന്നു. തൻ്റെ തെറ്റ് തിരുത്താനായിട്ട് സക്കറിയ അവിടെ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. പ്രത്യേകമായിട്ട് നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ ഒത്തിരിയേറെ പേര്, നമ്മുടെ ചുറ്റുപാടുമുള്ളവരൊക്കെ, നമ്മളെല്ലാവരും മനുഷ്യരാണ്, കുറവുകളുള്ളവരാണ്. പല വിധത്തിൽ നാം ഓരോരുത്തരും നമ്മുടെ ചുറ്റുപാടുമുള്ളവരൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ്. പക്ഷെ പലപ്പോഴുമൊക്കെ നമ്മളോട് ചെയ്യുന്ന ചെറിയ തെറ്റുകൾ പോലും നമുക്ക് ക്ഷമിക്കാനായിട്ടോ നമുക്ക് അതിനൊന്ന് പൊറുക്കാനായിട്ടോ പലപ്പോഴുമൊക്കെ സാധിക്കാതെ പോകുന്ന ഒരു അവസ്ഥാവിശേഷങ്ങളൊക്കെ പലപ്പോഴുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഒത്തിരി വലിയ തെറ്റുകളൊന്നും ചിലപ്പോൾ ഉണ്ടായിരിക്കത്തില്ല, വളരെ ചെറിയ തെറ്റുകളൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ വലിയ തെറ്റുകളൊക്കെ ഉണ്ടായിരിക്കാം. എന്നിരുന്നാൽ പോലും മറ്റുള്ളവരോട് ക്ഷമിക്കാനോ സ്നേഹിക്കാനോ, അവരെ ദൈവത്തിൻ്റെ കരുണയോടുകൂടെ, ദൈവത്തിൻ്റെ കണ്ണുകളോടുകൂടെ, ദൈവത്തിൻ്റെ ആ ഒരു കാരുണ്യത്തോടു കൂടി അവരെ ചേർത്ത് പിടിക്കാനൊക്കെ പലപ്പോഴുമൊക്കെ നമുക്ക് സാധിക്കാതെ പോകുന്നുണ്ട്.
സക്കറിയായുടെ ഈ ഒരു ജീവിതം നമുക്ക് മുമ്പിൽ വെച്ച് നീട്ടുന്ന വലിയൊരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കണ്ണുകളോടുകൂടെ, ദൈവത്തിൻ്റെ സ്നേഹത്തോടെ, ദൈവത്തിൻ്റെ കാരുണ്യത്തോടുകൂടെ നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. ഉണ്ണിമിശിഹ ദൈവം തമ്പുരാൻ ഈ ലോകത്തിൽ വന്ന് പിറന്നതുപോലും പാപികളെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പം നമ്മുടെ ചുറ്റുപാടുള്ളവരെയൊക്കെ ഒത്തിരിയേറെ പേരൊക്കെ പല വിധത്തിലൊക്കെ, പലരൊക്കെ നമ്മളോട് തെറ്റ് ചെയ്തിട്ട് മാപ്പ് പറഞ്ഞിട്ട് പോലും പലപ്പോഴൊക്കെ നമുക്ക് അവരെ സ്നേഹിക്കാനോ മനസ്സിലാക്കാനോ പൊറുക്കാനോ ഒക്കെ പറ്റാതെ പോകുന്ന അത്തരം അവസ്ഥാവിശേഷങ്ങളൊക്കെ പലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, പ്രത്യേകമായിട്ട് നമ്മൾ ക്രിസ്തുമസിനോട് ചേർന്ന് ക്രിസ്തുവിൻ്റെ, ഉണ്ണിയേശുവിൻ്റെ വരവിനായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ച് ധ്യാനിച്ച് കാത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഈ ഒരു കാലഘട്ടത്തിലായിരിക്കുമ്പോൾ ഉണ്ണിയേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാനായിട്ട് അന്നും ഇന്നും ജനത കാത്തിരുന്നു. പക്ഷെ അന്നത്തെ ജനതയിൽ വളരെ കുറച്ച് പേർക്ക് മാത്രമേ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാനായിട്ട് സാധിച്ചുള്ളൂ. എന്നാൽ ഇന്ന് നമുക്ക് എല്ലാ വിധത്തിലും നമ്മുടെ ഹൃദയത്തെ പരിശോധിച്ചുകൊണ്ട്, ഹൃദയത്തിൻ്റെ നിറവിനെയെല്ലാം പരിശോധിച്ചുകൊണ്ട്, നമ്മുടെ ഹൃദയത്തെ പരിശോധിച്ചുകൊണ്ട് അതിനെ തെറ്റുകളെല്ലാം മാറ്റി ക്രിസ്തുവിനെ നിർമ്മലമായ ഹൃദയത്തിൽ സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധ്യതയുണ്ട്. അതിനു മുമ്പ് ഈ ഒരു ക്രിസ്മസിന് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന അത്തരം ചിന്തകളെയെല്ലാം, നമ്മുടെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നമ്മുടെ ഹൃദയത്തെ പൂർണ്ണമായിട്ടൊന്ന് പരിശോധിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ക്രിസ്മസിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. പ്രത്യേകമായിട്ട് ആദ്യത്തെ ഈ വചനഭാഗത്തിൽ നമ്മൾ കണ്ടതുപോലെ ദൈവത്തിൻ്റെ ഹിതത്തിനോട് ചേർന്നാണോ എൻ്റെ ഈ ജീവിതം മുന്നോട്ട് പോവുക? അതുപോലെ തന്നെ എൻ്റെ ചുറ്റുപാടുമുള്ള സഹോദരങ്ങളെ, അവർ വലിയവരായിരിക്കാം ചെറിയവരായിരിക്കാം ആരുമായിക്കൊള്ളട്ടെ, അവരെ എല്ലാവരും അവർ ചെയ്ത ഏത് തെറ്റുകളാണെങ്കിൽ പോലും അത് ക്ഷമിച്ചുകൊണ്ട്, അവരെ സ്നേഹിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ കണ്ണോടുകൂടെ, ദൈവത്തിൻ്റെ കരുണയോടെ, ദൈവത്തിൻ്റെ സ്നേഹത്തോടുകൂടെ അവരെ ചേർത്ത് പിടിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് വ്യക്തിപരമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശോധിച്ച് നോക്കാം. അങ്ങനെ ഈ ഒരു ക്രിസ്മസ് കാലഘട്ടം നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും ആത്മാവിനെയും വിശുദ്ധീകരിച്ചുകൊണ്ട് നല്ല രീതിയിൽ നല്ലൊരു ജീവിതം നയിച്ചുകൊണ്ട് ആത്മീയമായിട്ട് ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.